ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അഫേസിയ എന്ന കണ്ടീഷനാണ്. തലച്ചോറിലുണ്ടാകുന്ന ഡാമേജ് നമ്മുടെ ലാംഗ്വേജിനെ അഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ അഫേസിയ എന്ന് പറയുന്നത്. സ്ട്രോക്ക്, ബ്രെയിൻ ഡാമേജ് എന്നീ കാരണങ്ങളാൽ നമ്മളുടെ തലച്ചോറിൽ ലാംഗ്വേജിനും സ്പീച്ചിനും റെസ്പോൺസിബിൾ ആയ ഏരിയാസ് അഫക്റ്റ് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് അഫേസിയ എന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്. തലച്ചോറിലെ ഏത് ഭാഗത്തെ അഫക്റ്റ് ചെയ്യുന്നു എന്നതിന്റെ ബേസിൽ അഫേസിയ മൂലമുണ്ടാകുന്ന ഡിഫിക്കൽറ്റീസ് വ്യത്യാസം വരാം. അണ്ടർസ്റ്റാൻഡിങ്, എക്സ്പ്രഷൻ, റിപ്പറ്റീഷൻ, നെയിമിംഗ് ഇങ്ങനത്തെ സ്കിൽസ് അഫേസിയ മൂലം അഫക്റ്റഡ് ആകാം. അഫേസിയ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: ഫ്ലുവന്റ് അഫേസിയ, നോൺ ഫ്ലുവന്റ് അഫേസിയ. ആദ്യം ഫ്ലുവന്റ് അഫേസിയ എന്താണെന്ന് നോക്കാം. ഫ്ലുവന്റ് അഫേസിയ ഉള്ള ഒരാൾക്ക് അവർക്കൊരു സെന്റൻസ് ഫോം ചെയ്ത് സംസാരിക്കാൻ പറ്റാം. എന്നാൽ അവർ വാക്കുകൾ മാറ്റി പറയുന്നതിനും അർത്ഥം വ്യക്തമാക്കാണ്ട് വരുന്നതിനും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടും അവരിൽ കാണാൻ സാധിക്കും. നോൺ ഫ്ലുവന്റ് അഫേസിയ ഉള്ള ആളുകളിൽ അവരുടെ വെർബൽ എക്സ്പ്രഷൻ അഫക്റ്റഡ് ആകാം. വേർഡ് ഫൈൻഡിങ് ഡിഫിക്കൽറ്റീസ്, വേർഡ്സിന്റെ ഒമീഷൻ, ഷോർട്ട് അട്ടറൻസ് ഇങ്ങനത്തെ കണ്ടീഷൻസ് നമുക്ക് നോൺ ഫ്ലുവന്റ് അഫേസിയ ഉള്ള ആളുകളിൽ കാണാൻ സാധിക്കും. വളരെയധികം വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളൊരു കണ്ടീഷനാണ് അഫേസിയ. സ്പീഷോറിലെ അഡൾട്ട് ലാംഗ്വേജ് ഡിസോർഡർ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള തെറപ്പിസ്റ്റുകളുടെ ഹെൽപ്പോടുകൂടി അഫേസിയ എന്ന കണ്ടീഷനിൽ നിന്ന് ഓവർകം ചെയ്ത് ഒരു ന്യൂ ലൈഫിലേക്ക് തിരിച്ചു വരിക. താങ്ക് യു.